ഇയാളാണ് ചെയ്തത്. ബ്ലഡി സൺ ഓഫ് എ ബിച്ച്. മൈൻഡ് യുവർ വേർഡ്സ്. ഇയാളാണ് എന്റെ കാർ അടിച്ച് തീർത്തത്. ആണെന്ന് വെച്ചോ, പക്ഷെ തെളിവുണ്ടോ? നിങ്ങൾ കാർ എടുക്കണമെന്ന് ഞാൻ കണ്ടതാ. ഈ പറയുന്ന കാറ് ആരുടെ? റഞ്ജിയുടെ. അപ്പൊ ഇയാളാണ് വാദിയും സാക്ഷിയും. വാദി സാക്ഷിക്കാരായ തനിക്കെന്താ? കാര്യമുണ്ട്. അതിനുമ്പ് വേറൊരു കാര്യം. മോൻ വീട്ടിൽ ചെന്ന് മമ്മിയോട് പറയണം, രാമേന്ദ്രൻ സാർ പറഞ്ഞു ഇത് കോളേജാണ്, പുറത്ത് വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഇവിടെ മോൻ സാറിന്റെ സ്റ്റുഡന്റും സാർ മോന്റെ അധ്യാപകനുമാണ്. മോൻ ഇനി മുതൽ ഒരുമാതിരി മര്യാദയില്ലാതെ സംസാരിച്ചാൽ മോന്റെ പല്ലടിച്ച് താഴെടുവെന്ന്. അല്ല, ഈ വാദിയും സാക്ഷി ഒരാളായാൽ നിയമത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും വിലയുണ്ടോ ഇൻസ്പെക്ടർ? പിന്നെ താൻ പറയുന്ന കേട്ട് ഇദ്ദേഹം വേണേ കേസ് ചാർജ് ചെയ്യും, സംശയത്തിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യും. പക്ഷെ കോടതിയിൽ നിന്ന് തെളിവില്ലെന്ന കാരണവും പറഞ്ഞ് പുല്ലുപോലെ ഞാൻ ഇറങ്ങിപ്പോവും. പിന്നെ മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുക്കും. ഇൻസ്പെക്ടറുടെ പേരിലല്ല, തന്റെ പേരിൽ. അതിന് സാക്ഷി ഇൻസ്പെക്ടർ ആയിരിക്കും. കൃത്യമായി തെളിവുള്ളതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ ഇൻസ്പെക്ടർ തന്നെ വരേണ്ടി വരും. ശരിയല്ലേ ഇൻസ്പെക്ടർ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. യു കാം ഡൗൺ, നമുക്ക് അന്വേഷിക്കാം. ഡാഡി ഇങ്ങോട്ട് വന്നോട്ടെ, തന്നെ ഞാൻ കമ്പി എണീച്ച് കാണിച്ചു തരാം. അതിനു മുമ്പ് തന്നെ നമുക്കെണ്ണാം. ഇതുപോലെ ചിലരൊക്കെ വലിയ മറ്റവന്മാരുടെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കോളേജ് വിലസുന്നുണ്ട്. മയക്കുമരുന്നും ഹോക്കി സ്റ്റിക്കും സൈക്കിൾ ചെയിനും ഒക്കെ ആയിട്ട്. അവർക്കെതിരെ എനിക്കൊരു കേസ് ചാർജ് ചെയ്യണം. സാക്ഷ്യമായിട്ട് സ്റ്റേഷനിൽ വരാം. കുഞ്ഞുണ്ണേ, എന്താണ്ട് അവിടെ ചുട്ടിക്കളേ? ഡോണ്ട് ഗിവ് ദം വിത്തൗട്ട് ഹാൻഡ് ആൻഡ് അർത്തമാറ്റിക്. ഈ ചെറ്റകൾക്ക് കൈയും കണക്കില്ലാണ്ടൊന്നും കൊടുക്കണ്ടെന്ന്. എന്താ അവസാനം വിറ്റകൾ എന്നെ എടുത്ത് കോണ കൊടുക്കാനുള്ള സ്ഥിതി ഉണ്ടാക്കും. അത് ഉണ്ടാക്കണ്ടതാ പറഞ്ഞേ. പണിക്ക് നീ ഞങ്ങൾക്കെതിരായി സാക്ഷി പറയുന്ന ഒന്ന് കാണണം. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത ചായ. ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. പേടിക്കാനൊന്നുമില്ല. പക്ഷേ 2 ദിവസം ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കേണ്ടി വരും. വരട്ടെ. ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് അവർ ആരെയും വിടില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ ലക്ഷ്മിയെ വീട്ടിൽ കൊണ്ടുവിടാം. ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. വരൂ. ആരാത്? ആർക്കറിയാം. എന്നാലും അനിയും കുത്തുകൊണ്ട് ആശുപത്രി കിടക്കുമ്പോ എന്തെങ്കിലും ആവട്ടെ, നീ വാ. ഒന്നും പേടിക്കണ്ട, ഞാൻ ആശുപത്രിയിൽ തന്നെ ഉണ്ടാവും. സാറിങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടൊന്നും കാര്യമില്ല. പ്രശ്നങ്ങളെ നേരിടുകയല്ലേ വേണ്ടത്. തന്റെ പ്രായത്തിൽ ഞാനും ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് വെറുതെ അല്ല. ഞാൻ വെറുത്തു. എനിക്ക് മതിയായി. ഇയാൾ എന്തിനാ ഇവിടെ? അസൂയപ്പെട്ടൊന്നും കാര്യമില്ല. സുഖായി ഇവിടെ. ആ കോളേജിന്റെ വളച്ചിട്ടിന്റെ അകത്തുനിന്ന് എന്ന് പുറത്തോട്ട് ഇറങ്ങിയോ
അന്ന് മുതൽ എനിക്ക് സുഖ ആ കന്നാലിൽ എന്തുട്ടാണ് വിചാരിച്ചേ കാന്റീൻ കുട്ടിയെ തങ്ങപടി തണ്ടുന്നോ അവിടെ മുതലാളിയായിട്ടിരിക്കുന്നതിന് സുഖ മാഷ ഇവിടെ തൊഴിലാളിയായിട്ടിരിക്കണത് ഇപ്പം എന്തുട്ടാ വേണ്ടേ ആദ്യം സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ഓരോ ചായ താ, ബാക്കി പിന്നെ പറയാം. ഒരു വന്ന് ചാ കണ്ടില്ലേ ഒരു ബലിയാടാ, അയാള് പറഞ്ഞ സത്യ. എനിക്കിപ്പോ മനസമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇനി ഞാൻ ആ നരകത്തിലേക്കില്ല. ആ കോളേജ് ഇപ്പൊ എനിക്കൊരു ശ്മശാന, എന്റെ കുടുംബത്തെ മുഴുവൻ കൊന്നു കുഴിച്ചു മൂടിയ ശ്മശാനം. എന്താ സാർ പഠിക്കുന്ന കാലത്ത് സാറിനെ പോലുള്ളവരായിരുന്നു ഞങ്ങളുടെ ആവേശം. ഇപ്പൊ പ്രശ്നങ്ങൾ വരുമ്പം ഇങ്ങനെ ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഐ മീൻ ഒരുതരം എസ്കേപ്പിസം. എസ്കേപ്പിസം അല്ലടോ. ആർക്ക് വേണ്ടിയാ ഞാൻ പഠിപ്പിക്കേണ്ടത്? ഈ തെണ്ടുകൾക്ക് വേണ്ടിയോ? ഇവന്റെ ഒക്കെ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയോ? അതോ എനിക്ക് വേണ്ടിയോ? വിദ്യ പറഞ്ഞു കൊടുക്കുന്നവനെ ആർക്കും ആവശ്യമില്ല. ആരുടെയും കുഴപ്പമല്ല, ഈ കാലത്തിന്റെ പ്രത്യേകതയാ. പിന്നെ ഒരു ദിവസം ഞാൻ വരും പഠിപ്പിക്കാൻ. എങ്ങനെയാ പഠിപ്പിക്കേണ്ടതെന്ന് നാട്ടുകാരെ പഠിപ്പിക്കാൻ ഞാൻ വരും.